ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഡെയിലി വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഡെയിലി വ്ളോഗല്ല, ഞാൻ ഓഫീസിൽ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ രാവിലെ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടോ വന്നേ. ഇവിടെ എത്തിയപ്പോൾ സ്റ്റാഫുകളൊന്നും ഇല്ലെന്ന് ലീവാണ് കുറേ ആൾക്കാർ. നമ്മളിവിടെ ഓഫീസ് റെൻറ്റിന് കൊടുക്കുന്നൊരു ഓഫീസിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ആളുണ്ടാവില്ല. നമ്മൾ റെൻറ്റിന് ഇങ്ങനെ ഓരോ ദിവസം വരുന്നവർ മാത്രമല്ല വരുന്നുണ്ടാവുള്ളൂ, അങ്ങനെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഇന്ന് ഞാൻ ഐബക്കിനായിട്ടാണ് വന്നിട്ടുള്ളത്. ആളാണെങ്കിൽ ഇവിടെ വന്നാൽ പിന്നെ എൻ്റെ ഓഫീസിലത്തെ ഫോൺ അവൻ്റെ കയ്യിലാട്ടോ. ഫുൾ ടൈം അവന് ഓഫീസിലത്തെ ഫോണിട്ട് ഇങ്ങനെ ഇരിക്കും. സത്യം പറഞ്ഞാൽ അവിടെ അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. കുറേ ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് എൻ്റെ ജോബ് എന്താ, ഈ എവിടെയാണ് വർക്ക് ചെയ്യുന്നതൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഡെയിലി മെസ്സേജ് വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനിതിൻ്റെ ഫുള്ളായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ, ഓഫീസ് എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ഇവിടെ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ 3 MD മാരുണ്ട്, 3 പേരും ഗൾഫിലാണ്. അതുകൊണ്ട് തന്നെ ഫുൾ ഡീലിങ് എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാണ്. രാവിലെ ഒരു 10 o'clock മുതൽ 6 o'clock വരെയാണ് എൻ്റെ ഡ്യൂട്ടി. ബട്ട് എനിക്ക് അതിൻ്റെ ഇടയിൽ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ആഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാറുണ്ട്. അതിനൊക്കെ ഒരു പെർമിഷനൊക്കെ തന്നെ, സീനൊന്നുമില്ല. ഡെയിലി ഇപ്പോൾ ബസ്സിനാണ് വരല്, വണ്ടി എടുക്കണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വണ്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ബസ്സിന് പോലും വരലൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെന്താ പറയുകയെന്ന് വെച്ചാൽ, ഇവിടെ ഈ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിങ്ങളിപ്പോൾ ഒരാൾ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക്, അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോമൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് ഒരു ഓഫീസ് സ്പേസ് എന്നുള്ളൊരു ലെവലിൽ നമ്മളിവിടെ ചെയ്തു കൊടുക്കുകയാണ്. കാരണം നമ്മളിപ്പോൾ വീട്ടിലിരുന്നിട്ട് എത്ര വർക്ക് ചെയ്താലും അതിൻ്റെ ഒരു ഡിസ്റ്റർബും കാര്യങ്ങളൊക്കെ വരുമല്ലോ. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു വലിയൊരു ക്ലയൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് പറയാനാണെങ്കിലും ഒരു ഓഫീസ് ഉണ്ട് എന്നുള്ള ലെവലിൽ ചിന്തിക്കുന്നവരുണ്ടാവുമല്ലോ. പിന്നെ മറ്റേതെന്ന് പറഞ്ഞാൽ ഡെയിലി വീട് കാര്യങ്ങൾ ഒരു വില കാണൂല. കാരണം നമ്മൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ അവനെന്ത് വീട്ടിലിരുന്നിട്ട് എന്തൊക്കെ ഉണ്ടാക്കി കൂട്ടുന്നുണ്ടെന്ന് ഇതാവും എല്ലാവരും പറയുന്നുണ്ടാവും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓഫീസ്, നമ്മൾ പുറത്ത് ഇനിയിപ്പോൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്താലും ഇവിടെ വന്ന് വർക്ക് ചെയ്താലും ഒരേ സാലറിയോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കിട്ടുക. പക്ഷെ നമ്മളെ വീട്ടുകാരുടെ മുമ്പിൽ നമുക്ക് ആ ഒരു വില ഉണ്ടാവും നമ്മളിങ്ങനെ വന്ന് വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് നമ്മളിപ്പോൾ ഇവിടെ പൊതുവേ ഇവിടെ ഇപ്പോൾ കുറവാണ്, മലപ്പുറമൊക്കെ പ്രത്യേകിച്ച് കുറവാണ്. അതിനു വേണ്ടി നമ്മൾ പുറം നാട്ടിലൊക്കെ പോയാൽ അധികം ആൾക്കാരും ഇങ്ങനെ ഒരു ഓഫീസ് സ്പേസ് എടുത്തിട്ട് ഇങ്ങനെ റെൻറ്റിന് നിന്നിട്ട് ചെയ്യുന്നവരെന്നാവും അധികം. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ഇവർക്ക് അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയിൽ ഇങ്ങനെ ചെയ്യണം തോന്നി അങ്ങനെ ഒരു ഓഫീസ് സ്പേസ് ഇപ്പോൾ ഇത് അറിഞ്ഞു വരുന്നുള്ളൂ. ആരും അങ്ങനെ നമ്മൾ ഈ ഒരു കോസ്റ്റ് സ്പേസ് എന്നാണ് നമ്മളിതിൻ്റെ പേരുള്ളത്. അപ്പോൾ ഈ ഒരു സ്പേസിനെ പറ്റിയിട്ട് ആരും അങ്ങനെ അറിഞ്ഞിട്ടില്ല, നമ്മൾ ആഡൊക്കെ റൺ ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ മാക്സിമം നമ്മൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലൊക്കെ അറിയണമെങ്കിൽ തന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കാണുകയൊക്കെ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇതിൽ കാണിച്ചു തരട്ടെ. ഇതായിട്ട് നമ്മൾ ഓഫീസ് ഇവിടെ ഇങ്ങനെ ഫിംഗർ ചെയ്താൽ ഓപ്പൺ ആവണില്ലല്ലോ. ഇതാ, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത് കാണിക്കും. അപ്പോൾ തുറക്കാം. ഇവിടെ ഇങ്ങനെ എന്താ പറയുക, ജസ്റ്റ് ഫിംഗർ ചെയ്തവർക്ക് മാത്രമേ അങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് കയറാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാത്തവരും അവിടെ ബെല്ലില്ലേ, ആ ബെല്ലിൻ്റെ ബട്ടൺ ഇങ്ങനെ നെക്കിയിട്ട് ആണ് വരില്ല. ഇതാണ് നമ്മൾ ഓഫീസ് സ്പേസ്. ഇതാണ് എൻ്റെ സീറ്റ് കേട്ടോ, ഇവിടെയാണ് ഞാൻ ഇരിക്കൽ. പിന്നെന്താ പറയുക, കോസ്റ്റ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ഇൻറ്റീരിയലൊക്കെ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഇങ്ങനെ ഒരു സോഫ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇതെൻ്റെ ഷുണ്ടാപ്പി. ഇങ്ങോട്ട് തിരിയൂ. ഇവനക്കിന്ന് ക്ലാസ്സില്ല കേട്ടോ, അവനക്ക് സ്കൂളിലൊരു ചെറിയ എക്സാമൊക്കെ വന്നപ്പോൾ ക്ലാസ്സില്ല. പിന്നെ ഇങ്ങനെ ഇത് 2 seater ആയിട്ട് ഇങ്ങനെ വരുന്ന ക്യാബിൻസുകളാണ് കേട്ടോ. അതേപോലെ 3 seater ആണ്. ഇതിൽ ആക്സസ് കാർഡാണ് നമ്മൾ കൊടുക്കുക. ബട്ട് എനിക്കിതിൻ്റെ നമ്പേഴ്സ് അറിയുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ തുറക്കാം. ഇതാണ് 3 seater. ഇതൊക്കെ ബുക്കഡാണ്. അവർ ക്ലയൻസ് ഇന്ന് ലീവാണ് എല്ലാവരും. അപ്പം ഞാൻ ഇന്ന് ലീവായതുകൊണ്ട് തന്നെ നമുക്കൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാക്കിയതാണ്. അതേപോലെ തന്നെ 2 seater ഇങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെ വരുന്നത്. പിന്നെ 3 seater ഇത് നമ്മൾ ലോഞ്ച് കേട്ടോ. ലോഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക, ഒന്ന് ഫോൺ കോളിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചെറിയ ഏരിയ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് നമ്മൾ 1 seaters ആണ്. ഇതിൽ 2 സൈഡാണ് വരുന്നത്. അങ്ങനെ സീറ്റൊന്നും എല്ലാം നല്ലപോലെ അറേഞ്ച് ചെയ്തിട്ടില്ല. ബട്ട് പെട്ടെന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് എടുത്താണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കൂടുതലിങ്ങനെ അടിപൊളി ആക്കിയിട്ടൊന്നുമില്ല. പിന്നെ ഇത് പാൻട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന അല്ലെങ്കിൽ കോഫിയാണ് ഇവിടെ മെയിൻ
ഞാനിത് കോഫി മെഷീൻ ഓൺ ആക്കിയിട്ടില്ല, ഇന്ന് കസ്റ്റമർ ആരും ഇല്ലാത്തപ്പോൾ ഞാൻ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. മറ്റേത് ഡെയിലി ഒരു കോഫി നിർബന്ധമായിരുന്നു. ഇന്ന് പിന്നെ ലിച്ചിയൊക്കെ വാങ്ങിച്ചു, അപ്പോൾ പിന്നെ അത് തിന്നു. ഇത് പിന്നെ 4 സീറ്റർ കേട്ടോ. 4 സീറ്റർ ആകുമ്പോൾ ഇങ്ങനെ 4 സീറ്റ് വരുന്നുണ്ട്. ഇവിടെ ഇരുന്നിട്ട് ഇതിലാവുമ്പോൾ ഇങ്ങനെ ടി വി ഒക്കെ വരും, ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് വർക്ക് ചെയ്യാം. അങ്ങനെ 2 സീറ്റ് വരുന്നുണ്ട്. അവിടുന്ന് പിന്നെ നേരെ നമ്മളിങ്ങനെ പോയിട്ട് പിന്നെ കോൺഫറൻസ് റൂമൊക്കെയാണ് പോകാനുള്ളത്. ഇങ്ങനെ ഈ വരുന്നത് ഇതും 4 സീറ്റർ തന്നെ കേട്ടോ. അതിൽ പിന്നെ കോൺഫറൻസ് റൂം ഇതിലെല്ലാത്തിനും ആക്സസ് കാർഡ് വരുന്നുണ്ട്, അങ്ങനെ ഓപ്പൺ ചെയ്യലാണ്. ഇതാണ് നമ്മളെ കോൺഫറൻസ് റൂം വരുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം കപ്പാസിറ്റി ഒക്കെ വരുന്ന ഒരു ഹാൾ തന്നെ കേട്ടോ. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം. ലൈറ്റൊക്കെ ഫുൾ ഓൺ ചെയ്യട്ടെ. ഇതാണ് വരുന്നത്. ഇപ്പോൾ നമ്മളിന്നൊരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് അതിൻ്റെ ശേഷം അറേഞ്ച് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് ചെയ്തതല്ലേ. ഇവിടെ കുഴപ്പമില്ലാത്ത ഇൻറ്റീരിയൽ. ഇവിടെ വന്നാൽ എല്ലാവർക്കും ഓഫീസിൽ ഇഷ്ടമായിരുന്നൊരു പ്ലേസ് എന്ന് വെച്ചാൽ ഈ കോൺഫറൻസ് റൂം ആട്ടോ. കാരണം അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ ഇൻറ്റീരിയലൊക്കെ ചെയ്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമല്ല കേട്ടോ കോൺഫറൻസ് റൂം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പുറത്തുനിന്ന് നിങ്ങൾക്ക് ഒരു ആൾക്ക് മീറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിവിടെ അവിടേക്ക് അറേഞ്ച് ചെയ്ത് തരും കേട്ടോ. നമുക്ക് മീറ്റിങ്ങൊക്കെ ഉള്ള ആൾക്കാർക്ക് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് തരും. ആദ്യം തന്നെ ഒന്ന് ബുക്ക് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഓഫീസ് സ്പേസ് ഒക്കെ കണ്ടില്ല ഏകദേശം. അപ്പോൾ ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ റെൻറ്റിന് ഓഫീസ് സ്പേസ് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചാൽ മതി കേട്ടോ. കാരണം ഇവിടെ ഡെയിലി നമ്മൾ ചാർജ് ചെയ്തിട്ടും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 150 രൂപ തന്നാൽ നിങ്ങൾക്ക് ഒരു ദിവസം ഇവിടെ വന്ന് വർക്ക് ചെയ്യാം. എന്നിട്ട് പിന്നെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാണ് നമ്മളിവിടെ 1 മന്തിൽ ഒരു സിംഗിൾ സീറ്റിന് 3500 രൂപയാണ് ഈടാക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നിട്ടായാലും മറ്റേത് നിങ്ങൾക്ക് 150 ഡെയിലി തരികയാണെങ്കിൽ ചിലപ്പോൾ നഷ്ടമാവാം. മറ്റേത് 3500 രൂപ തന്നാൽ നിങ്ങൾക്ക് ഒരു മാസം വന്ന് വർക്ക് ചെയ്യാം. അത് ഇന്ന് ഡെയിലി വരണമെന്നൊന്നുമില്ല, ഒരു മാസം നമ്മളിവിടെ കണക്കിൽ എഴുതി വെക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ പിന്നെ ന്യൂട്ടെല്ലയും ബ്രെഡുമാണിത് സംഭവം. ന്യൂട്ടെല്ല ഐബക്കിന്ന് ആദ്യം ഞാൻ ഓഫീസ് കൊണ്ടുവരുമെന്ന് വിചാരിച്ചതല്ല, പെട്ടെന്ന് വെച്ചിട്ട് ഞാൻ മാറ്റണം കണ്ടപ്പോൾ ആൾക്ക് വരണം. അപ്പോൾ പിന്നെ ധൃതിയിൽ തേക്കാനൊന്നും പറ്റിയില്ല. ഇത് ജസ്റ്റ് ബ്രെഡ് ഇട്ടിട്ടേക്ക് ന്യൂട്ടെല്ല കൊട്ടിക്കാണ്ട് ഓടിയതാണ്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൾക്കല്ല, പ്രത്യേകിച്ച് എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാനും ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നൊരു സാധനമാണിത്. രാവിലെ പൊതുവേ ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാറില്ല, പ്രത്യേകിച്ച് ദേശീയ ഭക്ഷണമായിട്ടുള്ള ദോശ എനിക്ക് എന്താ അറിയില്ല, തീരെ ഇഷ്ടമല്ല. ഡെയിലി അതായതുകൊണ്ടാവാം. ബട്ട് പുട്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ കഴിക്കും, വേറെ എന്തെങ്കിലും വെറൈറ്റി ഒക്കെ ആണെങ്കിൽ. ദോശ ആവണമെന്ന് ഞാൻ പൊതുവേ ഒന്നും കഴിക്കാറില്ല, സ്കിപ്പ് ചെയ്യാറാണ്. ഇവിടെ വന്നാൽ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴെ ഷോപ്പുണ്ട്, അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ചെറിയത് എന്തെങ്കിലുമൊക്കെ കഴിക്കും രാവിലെ ഒന്നും കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇന്നിപ്പം ഞാൻ ജസ്റ്റ് ബ്രെഡും ന്യൂട്ടെല്ലയും കൂടി കൊടുത്തിട്ടുണ്ട്, അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവർക്കും ചെറിയൊരു, കാരണം ഇതിപ്പോൾ എന്താ സംഭവം, ബ്രെഡിലൊന്നാ കൊട്ടിങ്ങാണ്ട് പോകുന്നതാണെന്ന് വിചാരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണ് അതൊക്കെ. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇപ്പൊക്ക് പിന്നെ അവനായിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഡെയിലി ഒരു 100 രൂപ ഇറങ്ങാതിരിക്കില്ല. കാരണം ഇവിടെ താഴെ കടയുണ്ട്, എന്തെങ്കിലുമൊക്കെ വാങ്ങി കൂട്ടേണ്ടത്. ഇതിപ്പോൾ ആൾ വാങ്ങിയിട്ട് പകുതിയാക്കിയതാണ്. ഇനി ഭക്ഷണം കഴിക്കാൻ ഏകദേശം ടൈമായി തുടങ്ങി. പിന്നെ ചോറ് ഞാൻ കൊടുന്നാണ്, ഇടയ്ക്ക് കൊണ്ടുവരാറില്ല. പെട്ടെന്ന് വരുന്ന ടൈമിലേ കൂട്ടാനൊന്നും ഇല്ലാതാവുമ്പോൾ കൊണ്ടുവരാൻ ഒരു മടിയാണ്. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. പിന്നെ ഫുഡ് വീഡിയോ ഒക്കെ ചെയ്ത് പുറത്തൊക്കെ പോയി വീഡിയോ ചെയ്യുന്നതുകൊണ്ടാവാകുമ്പോൾ രാവിലെ എന്താ പറയുക, വയറ് ഫിനിഷ് ചെയ്തിട്ടൊക്കെ വരില്ല. എല്ലാവരും പറയും സ്കിപ്പ് ചെയ്യണം, അതുകൊണ്ടാണോ വൈകുന്നേരം നല്ല അടിച്ച് മിന്നുണ്ടല്ലോ എന്നൊക്കെ പറയും. ഡെയിലി വ്ളോഗൊന്നും ഉണ്ടാവാറില്ല കേട്ടോ, എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോൾ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്കിപ്പ് ചെയ്യും. കാരണം എല്ലാം കൂടി കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പം എങ്ങോട്ട് എടുക്കാമെന്ന് അറിയില്ലല്ലോ. പിന്നെ വ്ളോഗ് ചെയ്യുമ്പോൾ തന്നെ ഫുള്ള് ഞാനൊന്നുമല്ല കഴിക്കുന്നത് കേട്ടോ. കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത് മാത്രമേ അതിൽ കാണിക്കുന്നത് മാത്രമേ കഴിക്കില്ലല്ലോ, എല്ലാം കൂടി കഴിക്കലൊന്നും ചെയ്യാം. ഞാൻ എന്നോട് ഓരോരുത്തർ ചോദിക്കും, ഈ വ്ളോഗൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ഫുഡിൻ്റെ വ്ളോഗൊക്കെ ചെയ്തിട്ട് ഈ ഒരു കറക്റ്റ് തടി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടല്ലോ, ഓവർ തടിക്കണമെന്നില്ലല്ലോ. സംഭവം ഇതാണ്, ഓവർ ഞാൻ കഴിക്കാറൊന്നുമില്ല, ഒരു ലിമിറ്റിന് കഴിക്കുള്ളൂ. രാത്രി ഭക്ഷണം എന്ന് പറഞ്ഞാൽ കുറച്ച് ചോറാണെങ്കിൽ ചോറ് കുറച്ച് കഴിക്കും, ചിലപ്പം തീരെ കഴിക്കില്ല. അങ്ങനെ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ രാത്രി ഒന്നും കഴിക്കലില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പം ഇന്ന് ഇത്രയും പറയാനുള്ളൂ. ഓഫീസ് കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം.
അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓഫീസ് സ്പേസ് ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചാൽ മതി. നമ്മളിവിടെ റൂമൊക്കെ സെറ്റ് ചെയ്ത് തരുന്നതാണ്. അതേപോലെ ക്യാബിൻസിൻ്റെ ഒക്കെ റേറ്റുകൾ ഞാൻ നിങ്ങളിതിൽ കമൻറ്റിൽ അപ്പോൾ ടാറ്റാ ബൈ ബൈ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് പിന്നെ കാണാം.